ഓക്കെ. കണ്ണും കണ്ണും കാത്തിരുന്നു കള്ളന്മാരെ പൊക്കാനായിട്ട്, കണ്ണും കണ്ണും കാത്തിരുന്നു കള്ളന്മാരെ പൊക്കാനായിട്ട്, കാതോട് കാതോരം കേട്ടിരുന്നു കള്ളന്മാരെ പൊക്കുമെന്ന്. നല്ലൊരു ദിവസമായിട്ട് നല്ലൊരു പാട്ടും കേട്ട് വന്നതാണ്. ഉടനെ തന്നെ ഞങ്ങളുടെ മണ്ടയ്ക്ക് ആ പാട്ട് തിരിച്ചു വെച്ചല്ലേ. ആകാശവീതിയിൽ കമ്പികൾ അങ്ങനെ ഏറിൽ കിടന്നടുന്നു. ആരാ ഇത്? എന്റെ മാനവരെ നോക്ക്, കൃഷ്ണനും അതുപോലെ തന്നെ സോണിയാഗാന്ധി അടുത്തടുത്ത് നിൽക്കുന്നു. നോക്ക് നോക്ക്, കാണിച്ചു തരാൻ പറ്റില്ല. ചെന്നിത്തലയും കൂട്ടരും വേറൊരു ഫോട്ടോ പുറത്തു വിട്ടായിരുന്നു, അത് കണ്ടായിരുന്നു. അത് കണ്ണിന് മുഖ്യമന്ത്രി ഉണ്ണികൃഷ്ണൻ പോയിട്ട് ഇങ്ങനെ ചെവിയിൽ എന്തൊക്കെയോ ഇങ്ങനെ കുണുകുണാ പറയുന്നതിന്റെ ഒരു അത് പോട്ടെ, അത് മുഖ്യമന്ത്രി എന്നെങ്കിലും പറയാം. ഇത് സോണിയാഗാന്ധി നോക്കൂ, Z+ സുരക്ഷയുള്ള സോണിയാഗാന്ധിയുടെ അടുത്ത് ഉണ്ണികൃഷ്ണൻ പോയിട്ട് ഇത് എങ്ങനെ സംഭവിച്ചു? 2 തവണ പോയി. ഇത്രയും വലിയ സുരക്ഷയുള്ള ഒരാളടുത്ത് എങ്ങനെ ചെന്ന് കയറാൻ പറ്റി ഉണ്ണികൃഷ്ണൻ പോയിട്ട്? പറ. ഇപ്പൊ നമ്മൾ അറിഞ്ഞതൊന്നും അല്ല സത്യം, ഇനി അറിയാനിരിക്കുന്നതാണ് സത്യം. വീണ ജോർജ് പറഞ്ഞല്ലേ? അതെ അതെ അതെ. മുഖ്യമന്ത്രി ഇന്നാളെ ഒരു വാർത്താ സമ്മേളനം നടത്തിയായിരുന്നേ. വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് Z+ കാറ്റഗറി സുരക്ഷയുള്ള സോണിയാഗാന്ധിയെ കാണാൻ ഉണ്ണികൃഷ്ണൻ പോയി 2 തവണ പോയി. എങ്ങനെ സാധിച്ചു? കോൺഗ്രസ്സുകാർ വാലേ ക്യൂ നിന്നാലും കിട്ടാത്ത ഒരു പരിഗണന ഉണ്ണികൃഷ്ണൻ പൊട്ടിക്ക് എങ്ങനെ കിട്ടി? അതും 2 തവണ. അത് റെലവെന്റ് പോയിന്റ് ആണ് കേട്ടോ ചോദിച്ചത്. അതിനുള്ള മറുപടി കോൺഗ്രസ് പറയണം. ഉണ്ണികൃഷ്ണൻ പോയിട്ട് മാത്രമല്ല, പക്ഷെ അതിന്റെ തൊട്ടടുത്ത നിമിഷം മറ്റേ വീണ ജോർജ്, മന്ത്രി വീണ ജോർജ് ഒരു പോസ്റ്റ് അങ്ങോട്ട് പങ്കുവെക്കുന്നു. കണ്ടതൊന്നുമല്ല, ഇനി കാണാൻ കിടക്കുന്നതാണ്. എന്തോ വലിയ ഒരു നിഗൂഢത, നമ്മൾ അറിഞ്ഞതൊന്നും സത്യമല്ലെന്ന് വീണ ചേച്ചി പറഞ്ഞു. സോണിയാഗാന്ധിയുടെ ഫോട്ടോ പുറത്തു വന്നതോ? അതാണ് സോണിയാഗാന്ധി മാത്രമാണെങ്കിൽ പിന്നെ ഉണ്ണികൃഷ്ണൻ പറ്റി സോണിയാഗാന്ധി മാത്രമാണെങ്കിൽ പിന്നെ ഇത് സ്വർണം വാങ്ങിയ ബെല്ലാരി സ്വദേശി ഗോവർദ്ധനുണ്ട്. അതൊക്കെ എങ്ങനെ വന്നു? ഇതൊക്കെ എവിടെ നിന്ന് വന്നു? അപ്പൊ ഞങ്ങള് മാത്രം കുറ്റക്കാർ. ഒരു 2 ഫോട്ടോ കണ്ടാൽ ഞങ്ങളെ മാത്രം കുറ്റപ്പെടുത്തണം. ഇതൊന്നും ഒരു നിർത്തോ, ഞാൻ ചോദിക്കട്ടെ. 2019 കൊള്ളയെ കുറിച്ചാണ് നമ്മൾ അന്വേഷിക്കുന്നത്. ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത് ആ കൊള്ളയെ കുറിച്ചാണ്. ആ സമയത്ത് അധികാരത്തിലിരുന്ന ആരാ? അത് ഞങ്ങൾ തന്നെയാണ്. ദേവസ്വം ബോർഡിൽ ഉണ്ടായിരുന്നവർ ആരാ? ഞങ്ങൾ തന്നെയാണ്. ഓക്കെ. സോണിയാഗാന്ധിയെ ഉണ്ണികൃഷ്ണൻ പോറ്റി കാണാൻ പോയതെങ്കിൽ നിങ്ങളുടെ സംഘമല്ലേ അന്വേഷിക്കുന്നത്? സോണിയാഗാന്ധിയെ തൂക്കി അകത്തിടണം. അയ്യോ, സോണിയാഗാന്ധിയൊക്കെ ഞങ്ങൾ അങ്ങനെ തൂക്കും. എന്താ അത്? പിന്നെ കള്ളം കാണിച്ചിട്ടുണ്ടെ മുഖം നോക്കാതെ നടപടി എടുക്കണം അങ്ങോട്ട്. മുഖ്യമന്ത്രി ഇന്ന് അത് തന്നെയല്ലേ പറഞ്ഞത്? സോണിയാഗാന്ധിക്ക് ഇതിൽ എന്ത് പങ്ക്? സോണിയാഗാന്ധിക്ക് ഞങ്ങൾ പറഞ്ഞില്ല, ഇതിന് പിന്നിൽ ആരോ ഉണ്ട്. അതായത് സോണിയാഗാന്ധിയെ ഉണ്ണികൃഷ്ണനെ കണക്ട് ചെയ്ത ഒരു നേതാവുണ്ട്. അത് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി ഒന്നുമില്ല, ഗാന്ധി കുടുംബത്തിലെ ആരും അല്ല, ഏതോ മലയാളം അറിയാവുന്ന ഏതൊരു കോൺഗ്രസ് നേതാവുണ്ട്. ചെന്നിത്തലയാണെന്ന് തോന്നുന്നു. രഹസ്യമൊഴിയൊക്കെ കൊടുക്കുന്നു. എന്തോ ഒരു തീ വെക്കാനായിട്ട് കൊണ്ടുപോയി രഹസ്യമൊഴി കൊടുക്കണോ? മറയ്ക്കാൻ വേണ്ടിയും കൊടുക്കാലോ. അത് കഴിഞ്ഞ് അടൂർ പ്രകാശം ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഫോട്ടോയും പുറത്തു വന്നിട്ടുണ്ട്. ഇനി അതാണ് അത് അറിയാൻ വയ്യ. എന്തായാലും സോണിയാഗാന്ധിയുടെ ഫോട്ടോ ഉണ്ട് കേട്ടോ. ഭക്തരെ കേൾക്കൂ, ഉണ്ണികൃഷ്ണൻ പോറ്റിയും സോണിയാഗാന്ധിയും കോൺഗ്രസ് ബന്ധം ഞങ്ങൾ മാത്രമായിട്ടല്ല ബന്ധം. ഞങ്ങൾ ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. അതിന് മറുപടി പറയോ? മറുപടി പറയണം. 2009 ഈ മറ്റേ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് ഉണ്ടല്ലോ, സ്വർണം പൂശുന്ന മറ്റേ ഏമാമാര്, അവരുടെ തൊഴിലാളികളെയും യന്ത്ര സാമഗ്രികളും ശബരിമല സന്നിധാനത്ത് എത്തിച്ച് അവിടെ വെച്ച് സ്വർണം പൂശിയായിരുന്നു. അങ്ങനെ സ്വർണം പൂശാൻ സംവിധാനം ഉണ്ടായിരുന്നപ്പോൾ എന്തിനാണ് 2019 അഴിച്ചെടുത്ത് ചെന്നൈയിലേക്ക് കൊണ്ടുപോയത്? അതെനിക്ക് മറുപടി പറ. അഴിച്ചെടുക്കാൻ അനുമതി കൊടുത്തത് ആരാ? അതായത് സന്നിധാനത്ത് സ്വർണം പൂശാൻ എല്ലാ സാഹചര്യങ്ങളും എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിരുന്നിട്ടും എന്തിനാണ് 2019 അഴിച്ചു കൊണ്ടുപോകാൻ അനുമതി കൊടുത്തത്? ഞാൻ വേറൊരു ചോദ്യം ആദ്യം ഇതിന് മറുപടി പറഞ്ഞിട്ട് അടുത്ത ചോദ്യം. അതിനുള്ളതാണ് അന്വേഷണം നടക്കുന്നത് കേട്ടോ. അന്വേഷിച്ച് കണ്ടെത്തി. അപ്പൊ സോണിയാഗാന്ധിയുടെ കൂടെ നിൽക്കുന്ന ചിത്രവും കോൺഗ്രസിന്റെ മറ്റേ പല നേതാക്കളുമായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന ചിത്രമുണ്ട്. എന്തിനേറെ നിങ്ങളുടെ അല്ല, സോറി, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് പ്രയാർ ഗോപാലകൃഷ്ണൻ ആയിരുന്നു ദേവസ്വം പ്രസിഡന്റ്. പ്രയാർ ഗോപാലകൃഷ്ണനോടൊപ്പം ഉണ്ണികൃഷ്ണൻ നിൽക്കുന്ന ഫോട്ടോ വരെ പുറത്തു വന്നിട്ടുണ്ട്. അതിലൊക്കെ അന്വേഷണം നടത്തി തെറ്റുകാരായ ആ കോൺഗ്രസ്സുകാരെ നിങ്ങൾക്കെടുത്ത് അകത്തിടരുതോ മാനവരെ? എന്തുകൊണ്ട് ചെയ്യുന്നില്ല? പക്ഷെ ഇതുവരെ അന്വേഷണം നടത്തിയതിലെല്ലാം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ SIT തന്നെ അന്വേഷണം നടത്തുമ്പോഴെല്ലാം തൂക്കിക്കൊണ്ട് പോകുന്നത്
CPM-കാരെയാ. അത് പിന്നെ പറ മാനവരെ, അതിന്റെ പിന്നിലുള്ള കളി പറയൂ മാനവരെ. അതോ ഇനിയിപ്പോ ഹൈക്കോടതിയും അങ്ങ് കോൺഗ്രസ്സുകാരുടെ കൂട്ടത്തിലാണോ? അത് രാജ്യത്ത് തന്ത്രപ്രധാന സുരക്ഷയുള്ള ചിലരിൽ സോണിയാഗാന്ധി എടുത്ത് പോണമെങ്കിൽ അത്രയും വലിയ വമ്പൻ സ്രാവായിരിക്കണമല്ലോ പോറ്റി. അയ്യോ, അപ്പൊ ചെന്നിത്തല പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ഏതെങ്കിലും കോൺഗ്രസ്സുകാർക്കോ UDF-കാർക്കോ ബന്ധമുണ്ടെങ്കിൽ അന്വേഷണം നടത്തൂ എന്നവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ചോദിച്ചതിന് മറുപടി പറയൂ. ഇതുവരെ അറസ്റ്റ് ചെയ്തവരിൽ എല്ലാവരും CPM-കാരാ. എങ്ങനെയാ മാനവരെ അത്? ഞങ്ങൾ പരാതി കൊടുക്കും കോടതിക്കെതിരെ ഞങ്ങൾ സുപ്രീം കോടതിയിൽ പരാതി. കോടതിക്കെതിരെയോ? ഞങ്ങൾ ഈ കോൺഗ്രസ്സുകാർക്ക് ഒപ്പമുള്ള ഫോട്ടോ വെച്ചിട്ട് പരാതി കൊടുക്കും. ഇതിന് പിന്നിൽ എന്താണെന്ന് കൊണ്ടോ കേട്ടോ, നിങ്ങളുടെ ആഭ്യന്തര വകുപ്പിനോട് തന്നെ ഒരു അന്വേഷണം നടത്താൻ പറഞ്ഞു. ഞങ്ങൾ ആഭ്യന്തര വകുപ്പ് നിങ്ങൾക്ക് വിശ്വാസമില്ലല്ലോ. ഞങ്ങൾ CBI കൊണ്ട് അന്വേഷിപ്പിക്കാം. CBI നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ ആളാണ്. ഞങ്ങൾ CBIക്ക് പരാതി കൊടുക്കും. വെറുതെ ഇനി CBIയെ വിളിച്ചു വരുത്തിയിട്ട് നിയമസഭയിൽ 5 സീറ്റ് അവർക്ക് കൊടുക്കാൻ ഡീൽ ഉണ്ടാക്കേണ്ടി വരും. ഞാൻ പറഞ്ഞേക്കാം കേട്ടോ, മിണ്ട അവിടെങ്ങാനും ഇരുന്നോ. നമ്മൾ ആരും വിളിക്കുന്നു, അവരിങ്ങോട്ട് വരുന്നത് ഞങ്ങൾ എന്ത് ചെയ്തിട്ട് ഇവരല്ലേ കൊണ്ട് മറ്റേ കോൺഗ്രസ് രാജീവ് ചന്ദ്രശേഖരൻ. അതന്നെ, ഇങ്ങോട്ട് നിങ്ങളുടെ ബ്രിഡ്ജാസ് എന്തേ പോയി അതിന് തടയിടാൻ പറ ബ്രിഡ്ജാസിനോട്. ബ്രിട്ടാസിനോട് പാലം, ഞങ്ങളുടെ പാലം. അതെ, നിങ്ങളുടെ പിണറായിയും മോദിയുമായിട്ടുള്ള ഇപ്പോഴത്തെ പാലം ബ്രിഡ്ജാസ് ആണല്ലോ. തിരുത്തത്തോമ മാറി കേട്ടോ സുഹൃത്തുക്കളെ, നിങ്ങളത് അറിഞ്ഞില്ലായിരുന്നോ? ഇപ്പൊ ബ്രിഡ്ജാസാ. ബ്രിഡ്ജാസ് അല്ല, ബ്രിഞ്ചാല് പൊക്കം അങ്ങോട്ട്. അതെ, ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കും. ഇതിൽ ഞങ്ങൾ ഇപ്പൊ നിങ്ങൾ അറിഞ്ഞതൊന്നും സത്യമല്ല. ഞങ്ങൾ മാത്രമല്ല പ്രതിസ്ഥാനത്തുള്ളത്, ഇനി ആരൊക്കെയോ. അത് അന്വേഷണം നടത്തി നിങ്ങൾ ഏതേലും കോൺഗ്രസ്സുകാരുണ്ടെ അവരെയും പിടിച്ചകത്തിടോ. ഞങ്ങൾ പിടിച്ചിടും. എന്നിട്ട് എന്താ കോടതിയുടെ അന്വേഷണത്തിൽ, കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ SIT പിടിച്ചോണ്ട് പോകുന്നത് മുഴുവൻ നിങ്ങളുടെ ആൾക്കാരെയാ. അതെന്താ കാരണം? അതെന്താ മാനവരി, അതിന് കാരണം എന്താ? കോൺഗ്രസിലോട്ട് അന്വേഷണം പോകുന്നില്ല. സ്വർണ്ണ കള്ളക്കടത്തിന്റെ എല്ലാ വശങ്ങളും അന്വേഷിക്കുന്നുണ്ട് മാനവരെ. ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്, ഏത് വമ്പനായാലും കൊമ്പനാണായാലും ഇന്ദ്രനും ചന്ദ്രനും കർണനും ആയാലും തൂക്കണം, അത് എവിടുത്തെ ആളാണെങ്കിലും എന്ന്. കോൺഗ്രസ് എന്നോ BJP എന്നോ CPM എന്നോ മുഖം നോക്കാതെ നടപടി എടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ SIT ഇതുവരെ പൊക്കിക്കൊണ്ട് പോയത് മുഴുവൻ ഇപ്പൊ ഞങ്ങളുടെ ഏറ്റവും വലിയ ഒരു ഇതെന്താണെന്നറിയാമോ? നിങ്ങളുടെ പിരിവിട്ട് നിൽക്കുന്നു. അതല്ല, ഈ ഫോട്ടോ ഞങ്ങൾ അന്വേഷണത്തിന് ഒഴുകി പോട്ടെ, പക്ഷെ ഭക്തരെ ഞങ്ങൾ ബോധ്യപ്പെടുത്തും. ഇവർക്കൊപ്പം അതെന്നല്ല, ഭക്തരുടെ ശ്രദ്ധയ്ക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിക്കൊപ്പം അടൂർ പ്രകാശിനൊപ്പം നിൽക്കുന്ന ഫോട്ടോ പുറത്തു വന്നിട്ടുണ്ട്. ഞങ്ങളുടെ മുഖ്യമന്ത്രിക്കൊപ്പം നിൽക്കുന്ന ഫോട്ടോ മാത്രമല്ല വന്നത്. ഇത് 100 വട്ടം പറയാണ്. ചെവിലി കേക്ക്. ഇപ്പൊ അങ്ങനെയായി. അതല്ലേ ഞാൻ ചോദിച്ചതിന് താങ്കൾ ഏറ്റവും റെലവെന്റ് ആയി മറുപടി പറയും. ഈ മറുപടി പറയാൻ അന്വേഷണം നടക്കുന്നത് ഞാനല്ല പറയേണ്ടത്. അതായത് മാനവരെ, അതായത് 2009 ശബരിമലയിൽ കൊണ്ടുവന്ന് സ്വർണം പൂശിയതാണ്. ശബരിമലയിൽ വന്നിട്ട് അതായത് എല്ലാ സംവിധാനങ്ങളും സന്നിധാനത്തെത്തി സ്വർണം പൂശാനുണ്ട്. പിന്നെ എന്തിനാണ് 2019 ഇളക്കിക്കൊണ്ട് പോയത്? അത് അവരല്ലേ പറയണത്. ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്ന D മണിക്ക് കേരളത്തിലെ ഉന്നത രാഷ്ട്രീയക്കാരുമായിട്ടും തമിഴ്നാട്ടിലെ രാഷ്ട്രീയക്കാരുമായിട്ട് ബന്ധമുണ്ട്. അയാളുടെ സമ്പത്ത് മുഴുവൻ ദുബായിലാണ്. നിങ്ങളുടെ ചിലരൊക്കെ ദുബായിൽ പോകാറുണ്ടല്ലോ. ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ടല്ലോ. ഇതിലേ പോയാലും ദുബായിൽ ഒന്നും ഇറങ്ങാതെ ഒരു മനസ്സമാധാനം ഇല്ല. ഞങ്ങൾക്ക് പല ബന്ധങ്ങളും ഉണ്ടാകും. അയ്യോ, നിങ്ങളെ ആ ബന്ധങ്ങളെ കുറിച്ചാണ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം ഹാപ്പി ക്രിസ്മസ്. അത് നിങ്ങളുടെ പാർട്ടി പരിപാടി ഉണ്ടായിരുന്നു? അല്ല, ഞങ്ങൾക്ക് ഹാപ്പി ക്രിസ്മസ്. അതിന് ഞങ്ങൾ സാരി എടുത്തത്. ചാരിമൂട്ടി നിങ്ങളുടെ മറ്റേ DYFI കരോളുകാരെ തല്ലിയെന്ന് കേട്ടല്ലോ. അയ്യോ, DYFI-കാരോ BJP-കാര് RSS കരോളുകാരെ വളഞ്ഞിട്ടടിക്കുന്നു. അത് അവരുടെ സ്വഭാവം. പാലക്കാട് നടന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയാൽ മതി കേട്ടോ. നിർത്തൂ. ഈ BJP-കാരുടെ സ്വഭാവം അതാണെന്ന് നമുക്കറിയാം. അവര് മതവെറി പിടിച്ച കുറെ ആൾക്കാർ അക്കൂട്ടത്തിലുണ്ട്. തീവ്ര ഹിന്ദുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെവലേശം വിവരമില്ലാത്ത വെളിവില്ലാത്ത കുറെ ചാണക സംഖ്യകള്. അവർക്ക് മറ്റേ ഹിന്ദു ഭാരതം മറ്റേ ഹിന്ദുക്കളുടേതാണ് എന്ന് അവരുടെ മോഹൻ ഭാഗവത് RSSന്റെ നേതാവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഭരണഘടനയൊന്നും പണയണമെന്നില്ല, ഭാരതം ഹിന്ദു രാഷ്ട്രമാണെന്ന് ഞങ്ങൾക്കറിയാവുന്നു. പിന്നെ നിങ്ങളാണല്ലോ തീരുമാനിക്കുന്നത്. എണിച്ചു പോവേ. എന്നിട്ട് രാജ്യം നിർത്തി ഞാൻ പറയട്ടെ. എന്നിട്ട് രാജ്യം ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും ബീഹാറിലും ഇവിടെ എല്ലായിടത്തും കരോള് നടത്തുന്ന പിള്ളേരെ തെരഞ്ഞു പിടിച്ച് തല്ലുകയും മറ്റേ ക്രിസ്മസ് സാന്റയുടെ വേഷങ്ങൾ വിൽപ്പന ചെയ്ത പാവപ്പെട്ട വിൽപ്പനക്കാരെ വളഞ്ഞിട്ട് ആക്രമിക്കുകയും ചെയ്തു. എന്നിട്ട് നാണമില്ലാതെ BJP-കാര് കൊണ്ടുകൊടുത്ത കേക്കും വൈനും തിന്ന ആ ബിഷപ്പുമാരെ സമ്മതിക്കണം.
അശ്വനി ആ സി കൃഷ്ണകുമാർ അവിടെ കുട്ടികളെ അടിച്ചിട്ട് പറയാണ് മദ്യപിച്ചെന്ന്. ഇങ്ങനെയൊക്കെ പറയാമോ? ഒരു പാലക്കാടുള്ള MLA ഒതുക്കിയിട്ടിരുന്ന് പറയുന്നില്ലേ? MLA എല്ലാം മനസ്സിലാകുന്നില്ലേ? അയ്യോ ഞങ്ങളുണ്ട്, സോറി, ഞങ്ങള് ഡിവൈഎഫ്ഐക്കാരുടെ അവിടെ ഞാൻ പറഞ്ഞില്ലേ, സംഘികളുടെ സ്വഭാവം അതാണെന്ന് നമുക്കറിയാം, മനസ്സിലായില്ലേ? പക്ഷെ നിങ്ങൾ മതേതരത്വം വിളമ്പുന്ന നിങ്ങളുടെ ഡിവൈഎഫ്ഐക്കാര് പോയി എന്തിനാണോ കരോൾ സംഘത്തെ തല്ലിയത്? അതെന്തോ അത് ഉപദ്രവം. നമുക്ക് മതേതരത്വ പക്ഷെ മാറി ഇമ്മാതിരി പണി കാണിക്കും. അതെ, എന്തെങ്കിലും റീസൺ ഇല്ലാതെ ഞങ്ങൾ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? മറ്റു ചെറുക്കനില്ലേ, മറ്റേ പാലക്കാട് ചെറുക്കനാണെങ്കിൽ ഈ കരോൾ സംഘത്തിന് അടിച്ചത് അവരെ ബാരിൽ CPM എന്ന് എഴുതിയത്, അത് കണ്ടിട്ട് ഹാലിലകിട്ട CPM-കാരുടെ വല്ല പരിപാടിയാന്ന് കരുതി കാണാം. പിന്നെ ചോപ്പും കൂടി കണ്ടപ്പോഴേ വേറെയല്ലോ. അതെ എന്റെ മാനവരെ, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇവരുടെയും മണ്ണാക്കിലെ പിരിവെട്ടുന്നു, കോൺഗ്രസ് നേതാക്കളുടെയും മണ്ണാക്കിലെ പിരിവെട്ടുന്നു. അങ്ങനെ ആകെ മൊത്തത്തിൽ ഇവിടെ പിരിവെട്ടി നിൽക്കുകയാണ്. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ആര് ശബരിമലയിൽ എത്തിച്ചു? അതിന്റെ പേരിൽ കൂട്ടയടിയും തെറിവിളിയും നടന്നുകൊണ്ടിരിക്കുക. അതിനിടയിൽ തുടക്കത്തിൽ പറയേണ്ടതായിരുന്നു, എങ്കിലും നമ്മളെല്ലാവരും വീണ്ടും ക്രിസ്മസ് ആഘോഷത്തിലാണ്, അല്ലേ? നമുക്ക് അങ്ങനെ മതവും ജാതിയും ഒന്നുമില്ല. നമ്മൾ ഓണം ഒരുമിച്ച് ആഘോഷിക്കും, ബക്രീദ്, നമ്മൾ പെരുന്നാള് ഒരുമിച്ച് ആഘോഷിക്കും, നമ്മൾ ക്രിസ്തുമസ് ഒരുമിച്ച് ആഘോഷിക്കും, നമ്മൾ കേക്ക് കഴിക്കും, വൈൻ കുടിക്കും, നമ്മൾ കരോളിന് മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യനും എല്ലാം ഒരുമിച്ച് പോകും. മാലയിട്ട് അയ്യപ്പന്മാര് മറ്റേ സാന്റയായിട്ട് പോകുന്ന നാടാണ് നമ്മുടേത്. അപ്പോൾ നമ്മൾ സ്നേഹമുള്ളവരാ. അയ്യോ, ഒരാളുണ്ടല്ലോ ക്രിസ്മസ് ദിവസത്തിന് അവധി ദിവസം കൊടുക്കൂലെന്ന് പറഞ്ഞു. അതിനിടയിൽ കുറെ കുത്തിത്തിരിപ്പുകാർ, ഇതുപോലുള്ള കുറെ കുത്തിത്തിരിപ്പുകാർ ഉണ്ടാകും. ഉണ്ടാകും. പക്ഷെ അപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. നമ്മൾ ഒറ്റക്കെട്ടാണ്. അതാണ് നമ്മൾ മലയാളികൾ, അങ്ങനെയാണ്. നമ്മൾ മാതൃകയാണ്, നമ്മൾ ലോകത്തിന് മാതൃകയായിട്ടുള്ള. അതുകൊണ്ട് എല്ലാവരോടും, കുത്തിത്തിരിപ്പുകാരോട് എല്ലാവരോടും കൂടെയാണ് പറയുന്നത്, നിങ്ങളുടെ ഇമാതിരി കുത്തിത്തിരിപ്പൊന്നും ഇവിടെ ചെലവാവില്ല. അതിന് ഈ കുത്തിത്തിരിപ്പ് CPM-ഉം കോൺഗ്രസും BJP എടുത്താലും ഇവിടെ കുറെ നന്മ പറ്റാത്ത കുറെ മനുഷ്യന്മാരുണ്ട്. അവരാണ് നമ്മുടെ കേരളം മുൻപോട്ട് കൊണ്ടുപോകുന്നത്. അവരെ കണ്ടാണ് നമ്മൾ വളരുന്നത്. അപ്പൊ നമ്മൾ സ്നേഹമുള്ളവരാണ്. ഹാപ്പി ക്രിസ്മസ്. പക്ഷെ ഞാൻ എന്റെ പിണറായിനെ പറഞ്ഞ എനിക്ക് സഹിക്കില്ല. അപ്പൊ അങ്ങോട്ട് മാറി ഇന്ന കാര്യം എന്നും പറഞ്ഞ് സ്നേഹം ഉണ്ടെന്ന് അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ. എന്നിട്ട് കാണിക്കുന്ന സ്വഭാവം കണ്ടി വലിക്കട മൂട്. ഒലക്കര മൂട്.